ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇന്നൊരു ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കിയാലോ. ആടിൻ്റെ കാലുഭാഗം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില നമുക്ക് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്ത കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ ചതച്ചെടുക്കാനുണ്ട്. വറ്റൽമുളക്, പിന്നെ കുരുമുളക് കുറച്ച് മതി കേട്ടോ. നമ്മൾ ആട്ടിൻകാല് കുറച്ചേ ഉള്ളൂ, നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ എടുത്താൽ മതി. കുറച്ച് പെരുംജീരകം, പിന്നെ കുറച്ച് സാദാ ജീരകം, പിന്നെ നമ്മൾ ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉലുവയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് ചേർക്കാം. കുറച്ച് കറുവപ്പട്ടയുടെ ഇല, ഇതൊക്കെ കറുവപ്പട്ട, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലത് ചതച്ചെടുക്കാം. നമ്മളെല്ലാം നല്ല സെറ്റപ്പായി ഒരുക്കി വെച്ചിട്ടൊന്നല്ല ചെയ്യണേ. ഞങ്ങളിവിടെ ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ ഒരു സാധനങ്ങളുടെ ഒരു അഭാവമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ജസ്റ്റ് എല്ലാവരും കൂടിയപ്പോൾ ഇവിടെ വേറെ കുറേ ഫാമിലീസ് ഉണ്ട്, മലയാളികൾ. അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലി കൂടിയപ്പോൾ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ കിടിലനായിരുന്നു കേട്ടോ. സൂപ്പറാണ് കേട്ടോ ഈ ഒരു സ്റ്റൈലിൽ വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ചു, 1 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ആട്ടിൻകാലം എത്ര ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് വെള്ളം വെക്കണം, നല്ല വെള്ളം വെക്കണം. പിന്നെ നമുക്ക് ഇനി അതിലേക്ക് ഉള്ളിയാണ് ആവശ്യം. അങ്ങനെ നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച ആട്ടിൻകാല് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിടാം. ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് വെന്ത് വരണം. അപ്പോൾ നമുക്ക് മെല്ലെ കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു 10-11 വിസിലോളം അടിക്കണം. എന്നാലാണ് നമുക്കിത് ആട്ടിൻകാലൊക്കെ വേണ്ട രീതിയിൽ വേവുള്ളൂ. അങ്ങനെ നീണ്ട 11 വിസിലുകൾക്ക് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആട്ടിൻ സൂപ്പിലൊന്ന് വറുത്തിടും കൂടി വേണം കേട്ടോ. ജസ്റ്റ് ഉള്ളി ഒന്ന് മൂപ്പിച്ച് വറുത്തിടുക. അങ്ങനെ നമ്മുടെ ആട്ടിൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബായ്.